Hi friends, welcome back to my today's class ICD 10 Coding Guidelines Chapter 21 Factors Influencing Health Status and Contact with the Health Services. ഇതിന്റെ കോഡ് റേഞ്ച് വരുന്നത് Z00 to Z99 ആണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. First one, what are Z codes? Z codes എന്ന് വെച്ചാൽ എന്താണ് എന്ന് നോക്കാം. Z codes represent situations where a person is not currently sick but requires medical care or services for various reasons unrelated to a primary disease process. അതായത് Z codes നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പേഷ്യന്റ് കറന്റ് ആയിട്ട് സിക്ക് അല്ലായിരിക്കാം, പക്ഷേ അയാളുടെ മെഡിക്കൽ കെയർ അല്ലെങ്കിൽ സർവീസസ് ഒക്കെ കൂടുതലായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡ്സ് ആണ് Z കോഡ്സ്. They are categorized under Z00 to Z99. ഈ കോഡ് റേഞ്ച് ആണ് Z കോഡ്സ് യൂസ് ചെയ്യുന്നത്. ഇത് എസെൻഷ്യൽ ഫോർ പ്രൊവൈഡിങ് അഡീഷണൽ കോണ്ടാക്ട്സ് അബൌട്ട് പേഷ്യൻസ് ഹെൽത്ത് സ്റ്റേറ്റസ്, മെഡിക്കൽ ഹിസ്റ്ററി, ഹെൽത്ത് കെയർ നീഡ്സ്. അതായത് പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് സ്റ്റേറ്റസ് മനസ്സിലാക്കാൻ പറ്റും, മെഡിക്കൽ ഹിസ്റ്ററി, ആ പേഷ്യൻറ്റിന് ഓൾറെഡി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഹെൽത്ത് കെയർ നീഡ്സ്, അയാൾ ആ പേഷ്യൻ്റ് എന്തിനാണ് വന്നേക്കുന്നത്, അതൊക്കെ നമുക്ക് Z കോഡ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, യൂസസ് ഓഫ് Z കോഡ്സ്. Z കോഡ്സിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, പ്രിവെന്റീവ് കെയർ. നമ്മൾ പ്രിവെന്റീവ് കെയറിലും Z കോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഫോർ റൊട്ടീൻ ചെക്കപ്സ്, സ്ക്രീനിങ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, സ്ക്രീനിങ്, ഇതൊക്കെ പ്രിവെന്റീവ് കെയറിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ Z കോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, Z0020 ഈസ് യൂസ്ഡ് ഫോർ അഡൾട്ട് റൊട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് വിതൗട്ട് അബ്നോർമൽ ഫൈൻഡിങ്. ഇതിന് ഈ Z00 to Z00.00 ഈ റൊട്ടീൻ ചെക്കപ്പിന് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഫോളോ അപ്പ് വിസിറ്റ്. ഫോളോ അപ്പ് വിസിറ്റിലും Z കോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, Z09 ഫോർ പോസ്റ്റ് ഓപ്പറേറ്റീവ് വിസിറ്റ് വിത്തൗട്ട് കോംപ്ലിക്കേഷൻ. എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ട് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ അടുത്തതായിട്ട് വരുമ്പോൾ അയാൾക്ക് Z09 കോഡ് ചെയ്യാൻ പറ്റും. അതാണ് ഫോളോ അപ്പ് വിസിറ്റിൽ Z09 യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താണ് വെച്ചാൽ കുറേ ഫാക്ടേഴ്സ്, അതായത് നോൺ മെഡിക്കൽ ഫാക്ടേഴ്സ് ഹെൽത്ത് കെയർ സെറ്റിങ്സിൻ്റെ ഔട്ട്കംസിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ സെറ്റിങ്സിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഒക്കെ ഹെൽത്ത് കെയർ സെറ്റിങ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഔട്ട്കംസ് ആയിരിക്കും. അതാണ് SDOH. അതേപോലെ പല ഫാക്ടേഴ്സ് ഉണ്ട്. എക്കണോമിക്കൽ സ്റ്റേറ്റസ്, നല്ല എക്കണോമി ഉണ്ടെങ്കിൽ നല്ല ഔട്ട്കംസ് ആയിരിക്കും. ഹെൽത്ത് കെയർ ആക്സസ് ആൻഡ് ക്വാളിറ്റി, അവിടെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നല്ല ഔട്ട്കം കിട്ടും. നെയ്ബർഹുഡ് ആൻഡ് ബിൽറ്റ് എൻവിറോൺമെന്റ്, നല്ല എൻവിറോൺമെന്റ് ആണെങ്കിൽ കിട്ടും. നല്ല സോഷ്യൽ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നല്ല ഔട്ട്കം ആയിരിക്കും. ഇതാണ് SDOH പറയുന്നത്. ഈ SDOHലും Z കോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. These codes becoming increasingly important in health documentation and reimbursement. ഇവിടെയൊക്കെ ഹെൽത്ത് കെയർ ഡോക്യുമെന്റേഷനിലും റീഇംബേഴ്സ്മെന്റ് എന്ന് വെച്ചാൽ ഇൻഷുറൻസിൽ നിന്നും ക്ലെയിം ചെയ്യുന്ന മണി, അതൊക്കെ അവിടെയൊക്കെ കൂടുതലായിട്ട് Z കോഡ്സ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് Z കോഡ്സ്. ഇമ്പോർട്ടൻസ് ഓഫ് Z കോഡ്സ് എന്താണെന്ന് നോക്കാം. Z കോഡ്സ് എൻഹാൻസ് ദ understanding of patients' overall health by connecting non-disease factors that influence well-being. അതായത് ഈ Z കോഡ്സ് ഒക്കെ പേഷ്യൻറ്റിന് എന്തൊക്കെ കണ്ടീഷൻ ഉണ്ട് അല്ലെങ്കിൽ നോൺ ഡിസീസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതൊക്കെ Z കോഡ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. They are crucial for accurate coding, billing and reimbursement. അതായത് Z കോഡ്സ് കൊണ്ട് നല്ല അക്യുറേറ്റ് ആയിട്ട് കോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് Z കോഡ്സിൽ നമ്മൾ കൂടുതലായിട്ടും Z കോഡ്സിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്, പല ഡിവിഷൻസ് ഉണ്ട്. അവിടെയൊക്കെ ഓരോ Z കോഡ്സ് യൂസ് ചെയ്യുമ്പോൾ അക്യുറേറ്റ് ആയിട്ട് കോഡിങ് കിട്ടും. ബില്ലിങ് ചെയ്യാൻ
സാധിക്കുന്നു. റീഇംബേഴ്സ്മെന്റ് ഇതൊക്കെ ചെയ്യാൻ, റീഇംബേഴ്സ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇൻഷുറൻസിൽ നിന്നും നമ്മൾ റീഇംബേഴ്സ്മെന്റ് ചെയ്യുന്നതാണ്. അവിടെയൊക്കെ സെഡ് കോഡ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. ഹെൽപ്പിംഗ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് ഇൻഷുറേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് കെയർ ബീയിങ് പ്രൊവൈഡർ. അതായത് പേഷ്യൻ്റ് ഇപ്പോൾ കറൻ്റ്ലി കെയർ ചെയ്യുന്നുണ്ടോ അതോ സ്റ്റോപ്പ് ചെയ്തോ, ഇതൊക്കെ ഇവർക്കൊക്കെ പ്രൊവൈഡേഴ്സ് ഇൻഷുറൻസിനൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു. Proper use of set codes can improve claims accuracy and establish medical necessity for treatment. പേഷ്യൻറ്റിൻ്റെ സെഡ് കോഡ്സ് യൂസ് ചെയ്യുന്നതിലൂടെ ഈ ക്ലെയിം അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. മെഡിക്കൽ നെസസിറ്റിയും ആ പേഷ്യൻറ്റിന് എന്താണ് ആവശ്യം, ആ പേഷ്യൻറ്റിൻ്റെ കറണ്ട് ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാനും സെഡ് കോഡ്സിലൂടെ സാധിക്കുന്നു. ഇതാണ് നമ്മുടെ ICD-10 ബുക്കിലുള്ള സെഡ് കോഡ്സ്. ഇപ്പോൾ Z0, Z2, Z13 അതിനിടയിൽ കുറേ കോഡ്സ് ഉണ്ട്. അതെല്ലാം എന്തിനു ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പേഴ്സൺ എൻകൗണ്ടറിങ് ഹെൽത്ത് സർവീസസ് ഫോർ എക്സാമിനേഷൻ, എന്തെങ്കിലും ലാബ് എക്സാമിനേഷനിൽ വേറെ എന്തെങ്കിലും HIV ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഓരോന്നും ഉണ്ട്, പലതും ഉണ്ട്. അതെല്ലാം ഈ Z0 to Z13 അടങ്ങിയിരിക്കുന്ന കോഡ്സ് ആണ്. നെക്സ്റ്റ് Z14 to Z15 കോഡിൽ ജെനറ്റിക് കരിയർ ആൻഡ് ജെനറ്റിക് സസെപ്റ്റബിലിറ്റി ടു ഡിസീസ്, ഈ കോഡ്സ് ഒക്കെ ഇതിനുള്ളിലുണ്ട്. Z16 എന്താണെന്ന് വെച്ചാൽ റെസിസ്റ്റന്റ് ടു ആന്റി മൈക്രോബിയൽ ഡ്രഗ്. ഈ Z16 കഴിഞ്ഞ് Z16.00 കാണും, Z16.01 അങ്ങനെ കുറേ കോഡ്സ് കാണും. അതിനുള്ളിൽ ഇതെല്ലാം റെസിസ്റ്റന്റ് ടു ആന്റി മൈക്രോബിയൽ ഡ്രഗ്സ് ഉണ്ട്. അതേപോലെ പല ഡ്രഗ്സ് ഇല്ലേ, അതിനെല്ലാം ഓരോ സ്പെസിഫിക് കോഡ്സ് ഇതിനുള്ളിൽ കാണും. നെക്സ്റ്റ് Z17 ഈസ്ട്രോജൻ ആൻഡ് അതർ ഹോർമോൺസ് ഫാക്ടേഴ്സ് റിസപ്റ്റർ സ്റ്റേറ്റസ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ Z17 കുറേ കോഡ്സ് കാണും. നെക്സ്റ്റ് Z18 റീറ്റെയിൻഡ് ഫോറിൻ ബോഡി ഫ്രാഗ്മെന്റ്സ്. Z19 ഹോർമോൺ സെൻസിറ്റിവിറ്റി മാലിഗ്നൻസി സ്റ്റേറ്റസ്. Z20 to 29 person with a potential health hazards related to communicable disease. അങ്ങനെ ഇതെല്ലാം ഓരോ കോഡ് റേഞ്ച് വരുന്നതാണ്. Z68 എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ്. ഇതിനുള്ളിൽ കുറേ കോഡ്സ് ആണ്. Z68.01 അങ്ങനെ ഓരോ കോഡ് റേഞ്ച് കാണും. അതിൽ BMI നമ്മുടെ BMI ഓരോന്നും സ്പെസിഫിക് ആയിട്ട് നോക്കാൻ സാധിക്കും. നെക്സ്റ്റ് ബ്ലഡ് ടൈപ്പ് ആണെങ്കിൽ Z61. ഇങ്ങനെ Z77 to Z99 person with a potential health hazard related to family and personal history and certain condition influencing health status. അപ്പോൾ ഇതുവരെയാണ്. ഇതിനുള്ളിൽ കുറേ സെഡ് കോഡ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ICD-10 ബുക്കിൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഓരോന്നിന് സ്പെസിഫിക് കോഡ്സുകൾ ഉണ്ട്. അപ്പോൾ ഇതാണ് കോഡ് റേഞ്ചുകളും അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും ഇതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ സെഡ് കോഡ് ചാപ്റ്റേഴ്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. പിന്നെ കൂടുതൽ ഇതുപോലത്തെ ക്ലാസ്സസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.